ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള UDF പ്രചാരണ ഗാനത്തിനെതിരെ പരാതി കൊടുത്തതിന് പിന്നിൽ യാതൊരു തരത്തിലുമുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമില്ലെന്ന് തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല 24നോട്. എത്രയും വേഗം ഈ പാട്ട് പിൻവലിക്കണം. പാട്ട് അയ്യപ്പനെയും ഭക്തരെയും അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും പ്രസാദ് പറഞ്ഞു. ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പാക്കി മാറ്റിയേ എന്നുള്ള ഗാനത്തിനെതിരെ തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പാട്ട് എത്രയും പെട്ടെന്ന് പിൻവലിക്കുക എന്നുള്ളതാണ് പ്രസാദ് കുഴിക്കാലയുടെ ആവശ്യം. പ്രസാദ് കുഴിക്കാല 24 ചേരുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു പരാതിയുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നത്? ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാസങ്ങളായിട്ട് നമ്മൾ കണ്ടതില്ലേ, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്, കമ്മീഷണർ ഇവരെല്ലാം അകത്ത് കിടക്കുക. പോറ്റിയായാലും മറ്റാരായാലും അവരുടെ ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടി തട്ടിപ്പിനുമൊക്കെ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ച കൂട്ടത്തിൽ അത് പുതിയൊരു ഗാനം കൂടെ കയറി വന്നു. അപ്പോൾ അവഹേളനം ഇത്രയും വന്നതിന് ഇടയ്ക്ക് വീണ്ടും ഒരു പാട്ടിൽ കൂടി അവഹേളിക്കുക. അതിലേറ്റവും വലിയ പ്രയാസം തോന്നിയത് കേരളത്തിലെ MP-മാർ ഇന്നലെ പാർലമെൻറ്റിൻ്റെ മുന്നിൽ പോയി ഈ പാട്ട് പാടി പ്രതിഷേധിക്കുന്നു. കാരണം ഒരിക്കലും ഈ MP-മാരുടെ ഭാഗത്തുനിന്ന് അത് ഞങ്ങളാരും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഭക്തജനങ്ങളെ സംബന്ധിച്ചോ അതൊരിക്കലും അവർ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. കാരണം ഈ പാട്ട് പാടുന്നതിന് അറിയാം, അതിനകത്തെല്ലാം അയ്യപ്പ എന്ന് പറഞ്ഞിട്ടാണ് പാട്ട് പാടിയിരിക്കുന്നത്. നമുക്ക് ആ ഒരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ, അയ്യപ്പൻ്റെ പേര് അതിൽ നിന്ന് മാറ്റുക. ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുന്നു, അപ്പോഴൊന്നും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോഴൊന്നും പ്രതികരിക്കാതെ ഒരു പാട്ട് വന്നപ്പോൾ മാത്രം ഇങ്ങനെ പ്രതികരിക്കുന്ന രാഷ്ട്രീയം എന്താണെന്നുള്ള ചോദ്യമൊക്കെ ഉയർന്നു വരുന്നത്. അല്ലേ, അതിനകത്ത് ഈ സംഭവത്തെ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാനൊരു യൂട്യൂബിൽ തന്നെ, എൻ്റെ ഒരു യൂട്യൂബ് തന്നെയുണ്ട്, അതിൽ ഞാൻ ഇതിനെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഈ ചാനലിൻ്റെ ചർച്ചയിൽ പോയി ഞാൻ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും കൂടുതൽ പ്രതികരിച്ച ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അതിനെ പൂർണ്ണമായ തോതിൽ അങ്ങേ അറ്റം വരെ പ്രതികരിക്കുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല, ഒരു ലക്ഷ്യമില്ല. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവല്ല, ഒരാളിൻ്റെയും കൂടത്തില്ല. അപ്പോൾ യാതൊരുവിധ രാഷ്ട്രീയ ലക്ഷ്യത്തോടും കൂടിയുള്ള പരാതിയല്ല കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് തിരുവാഭരണ പാത സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയ്ക്ക് പറയാനുള്ളത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.